പാർമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. അടുത്ത വർഷം തൃശൂർ പൂരം മെയ് 6-ന്. നെടുമ്പാൾ കോന്തിപുലം പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിമറിഞ്ഞ് മുങ്ങിപ്പോയ 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷകനായത് മീൻ പിടിക്കാനെത്തിയ കർഷകൻ. ചാവക്കാട് തെക്കൻ പാലയൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 2 പവൻ കവർന്നു. കുന്നംകുളം ഈയാലിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ മോഷ്ടിക്കാൻ ശ്രമിച്ച 2 പേർ പിടിയിലായി. പാവർട്ടി പള്ളി തിരുനാളിന് ഭക്തജനപ്രവാഹം. ഊട്ടുനേർച്ച വിതരണം തുടരുന്നു. കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരം. കാട്ടകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം സമാപിച്ചു. ഞായറാഴ്ച രാവിലെ നടക്കുന്ന പ്രതീകാത്മക ദാരികാവധത്തോടെ പൂരത്തിന് സമാപനമാകും. വാർത്തകൾ വിശദമായി. പ്രൌഢഗംഭീരമായ പകൽപൂരത്തിനൊടുവിൽ തിരുവമ്പാടി പാർമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. അടുത്ത വർഷം വടക്കുന്നാഥ സന്നിധിയിൽ സംഗമിക്കുമെന്ന സങ്കല്പത്തിൽ ഭഗവതിമാർ പിരിയുന്ന മുഹൂർത്തം ആത്മനിർവൃതിയോടെയാണ് പൂരപ്രേമികൾ നെഞ്ചേറ്റിയത്. ഇരു ഭഗവതിമാരുടെയും തിടമ്പേറ്റിയ കൊമ്പന്മാർ തുമ്പിക്കൈ ഉയർത്തി 3 തവണ അഭിവാദ്യം ചെയ്തതോടെയാണ് വിടചൊല്ലൽ പൂർത്തിയായത്. തിരുവമ്പാടിക്ക് വേണ്ടി ചന്ദ്രശേഖരനും പാറമേക്കാവിനു വേണ്ടി എറണാകുളം ശിവകുമാറുമാണ് തിടമ്പേറ്റിയത്. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളത്തിന് കിഴക്കൂട്ടനിയന്മാരും തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളത്തിന് ചേരാനല്ലൂർ ശങ്കരൻകുട്ടിയും പാണ്ഡിമേളത്തിൽ നേതൃത്വം നൽകി. വടക്കുംനാഥനെ വണങ്ങി തട്ടക നിവാസികളുടെ അകമ്പടിയോടെ ഭഗവതിമാർ ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങി. വൻ ജനാവലിയാണ് പകൽപൂരവും ഉപചാരം ചൊല്ലലും കാണാനായി വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്ത് എത്തിച്ചേർന്നത്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. നെടുമ്പാൾ കോന്തിപുലം പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിമറിഞ്ഞ് മുങ്ങിപ്പോയ 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ രക്ഷപ്പെടുത്തി. സമീപത്ത് മീൻ പിടിക്കാനെത്തിയ കർഷകനാണ് ഇവർക്ക് രക്ഷകനായത്. നെടുമ്പാൾ സ്വദേശി പറയൻകുളമ്പ് രാജ്കുമാർ, മകൾ 11 വയസ്സുള്ള ആർഷ, രാജ്കുമാറിന്റെ ഭാര്യയുടെ സഹോദരിയുടെ മക്കളായ 15 വയസ്സുള്ള അനുപമ, 4 വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ കോന്തിപുലം പാടത്തെ മണ്ണെടുത്ത കുഴിയിലായിരുന്നു അപകടം. 7 പേരാണ് പാടത്തെത്തിയത്. രാജ്കുമാറും കുട്ടികളും മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന ചെറിയ ഫൈബർ വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. 15 അടിയിലേറെ താഴ്ചയുള്ള വെള്ളക്കെട്ടിന്റെ നടുഭാഗത്തെത്തിയ സമയത്ത് കാറ്റിന്റെ ശക്തിയിലുണ്ടായ ഓളത്തിൽ വഞ്ചി മറിയുകയായിരുന്നു. 4 പേരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ട് കരയിലിരുന്നവർ ഒച്ചവയ്ക്കുകയായിരുന്നു. തൊട്ടടുത്ത് വഞ്ചിയുമായി മീൻ പിടിക്കുകയായിരുന്ന നെടുമ്പാൾ സ്വദേശി ചെമ്പിരി മോഹനൻ ഇവരുടെ കരച്ചിൽ കേട്ട് പാഞ്ഞെത്തി മുങ്ങിപ്പോയ കുട്ടികളെയും രാജ്കുമാറിനെയും രക്ഷിച്ച് കരയ്ക്ക് കയറ്റുകയായിരുന്നു. മോഹനന്റെ സമയോചിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. 4.5 പതിറ്റാണ്ടായി കോന്തിപുലം പാടത്ത് നെൽകൃഷി ചെയ്യുന്ന കർഷകനാണ് 62-കാരനായ മോഹനൻ. ദിവസവും രാവിലെ പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിയുമായി എത്തി മീൻ പിടിക്കാൻ വല വീശിയ ശേഷം വിശ്രമിക്കുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത്. 4 പേരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ മോഹനനെ കർഷക കൂട്ടായ്മയും നാട്ടുകാരും അഭിനന്ദിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. ചാവക്കാട് തെക്കൻ പാലയൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. തെക്കൻ പാലയൂർ കറുപ്പം വീട്ടിൽ മൊയ്തുണ്ണിയുടെ ഭാര്യ ഖൈറുന്നീസായുടെ വീട്ടിലാണ് മോഷണം നടന്നത്. 2.5 പവന്റെ വളയും 1/2 പവന്റെ മോതിരവും കമ്മലുകളുമാണ് നഷ്ടപ്പെട്ടത്. അലമാരകളെല്ലാം വലിച്ചിടുകയും അകത്ത് മുളകുപൊടി വിതറിയ നിലയിലുമായിരുന്നു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പാലയൂർ മേഖലയിൽ തുടർച്ചയായി പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ സമാന രീതിയിലുള്ള മോഷണം പതിവായതായും എത്രയും പെട്ടെന്ന് മോഷ്ടാക്കളെ പിടികൂടണമെന്നും പൊതുപ്രവർത്തകൻ അനീഷ് പാലയൂർ ആവശ്യപ്പെട്ടു. കുന്നംകുളം ഈയാലിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ മോഷ്ടിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കേച്ചേരി ചിറനല്ലൂർ സ്വദേശികളായ അരിപ്പറമ്പിൽ വീട്ടിൽ മുരളി, വാക്കുളങ്ങര അക്ബർ എന്നിവരെയാണ് കുന്നംകുളം SHO UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 1,95,000 രൂപ വില വരുന്ന കേബിളുകളാണ് പ്രതികൾ മുറിച്ചുകടത്താൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. പെരുമ്പിലാവ് കേച്ചേരി റോഡിലെ ഈയാൽ പാടത്തിന് സമീപത്ത് സ്ഥാപിച്ച കേബിളുകളാണ് പ്രതികൾ മോഷ്ടിക്കാൻ ശ്രമിച്ചത്. കേബിളുകൾ ഡൌൺ ആകുന്നത് മാനേജറുടെ ഫോണിലേക്ക് സന്ദേശം വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് കേബിൾ മുറിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു.
മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ 2 പേരെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ചാമക്കാല സ്വദേശി അറയ്ക്കൽ വീട്ടിൽ കബീർ, കയ്പമംഗലം ഡോക്ടർ പടി സ്വദേശി ഫസീല എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കയ്പമംഗലത്ത് 2 സ്ഥാപനങ്ങളിലായി 5 പവൻ മുക്കുപണ്ടം പണയം വെച്ച കേസിലാണ് അറസ്റ്റ്. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഊട്ടുതിരുനാളിന് തീർത്ഥാടകരുടെ പ്രവാഹം. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നൈവേദ്യ പൂജയും നേർച്ച ഭക്ഷണ ആശീർവാദവും നടന്നു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ മിഥുൻ ചുങ്കത്ത്, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ വി ജെ ജോസി, ജോയ് ആന്റണി, ആൻഡോ വർഗീസ്, ബാബു ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. 2 ദിവസങ്ങളിലായി 1,00,000 പേർക്കാണ് നേർച്ചയൂട്ട് ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് നടന്ന കൂടുതുറക്കൽ ശുശ്രൂഷയ്ക്ക് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഞായറാഴ്ച രാവിലെ 10 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പാവർട്ടി തീർത്ഥകേന്ദ്രം തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുമുറ്റമേളം ഫ്യൂഷൻ ആസ്വാദകർക്ക് ആവേശമായി. ബാൻഡ് വാദ്യവും ചെണ്ടയും കൂടി സമന്വയിച്ച ഫ്യൂഷൻ പ്രത്യേക വേദിയിൽ അരങ്ങേറി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഏഞ്ചൽ വോയ്സ് മൂവാറ്റുപുഴ ബാൻഡ് സംഘം ഹിറ്റ് ഗാനങ്ങളും ചടുല താളവുമായി മിന്നിയപ്പോൾ തൃശൂർ ജോസേട്ടൻ ബഡീസ് ചെണ്ടമേളവുമായി ആസ്വാദകർക്ക് ആവേശം പകർന്നു. വി കെ ജോസഫ്, എ ടി ജോയ്, ലിജോ എലുവത്തിങ്കൽ, എ ജെ ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം LDF എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. നെല്ലുവായ് CITO ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടിയിൽ സമാപിച്ചു. പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. LDF വെസ്റ്റ് മേഖലാ കമ്മിറ്റി കൺവീനർ PT ദേവസി അധ്യക്ഷനായി. UK മണി, OB സുബ്രഹ്മണ്യൻ, TK ശിവൻ, കുഞ്ഞിമോൻ കരിയന്നൂർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അത് സംഭരിച്ചില്ലെന്ന് മാത്രമല്ല, ചെറിയ കുട്ടിയോണ്ട് വീശാൻ സൗകര്യം, ആരും വീശാതിരിക്കണം, വീശിക്കൊള്ളണം. ആലത്തൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം KPCC പ്രചരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നാടകം വടക്കാഞ്ചേരിയിൽ അരങ്ങേറി. സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ കൺവീനർ MV പ്രദീപ് കുമാർ, ജനറൽ സെക്രട്ടറി പ്രണവം പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നാടകം സംഘടിപ്പിച്ചത്. വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് മുൻവശത്ത് നടന്ന നാടക അവതരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ഗുരുവായൂരിൽ പര്യടനം നടത്തി. UDF മണ്ഡലം ചെയർമാൻ OKR മണികണ്ഠന്റെ നേതൃത്വത്തിൽ പാലയൂരിൽ മുരളീധരനെ സ്വീകരിച്ചു. അഡ്വക്കേറ്റ് TS അജിത്, അരവിന്ദൻ പല്ലത്ത്, R രവികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ പ്രദേശത്തെ ഏവരും ഒന്നായി ഒന്നിച്ച് ദേശീയപാതയിൽ കൊടുങ്ങല്ലൂർ CI ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്ന വിഷയത്തിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ അനുകൂല തീരുമാനം അധികാരികൾ എടുത്തില്ലെങ്കിൽ വോട്ട് നോട്ടയ്ക്ക് നൽകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുന്നറിയിപ്പ് നൽകി. കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷനും എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച കരിദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വടക്കേനടയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ RM പവിത്രൻ അധ്യക്ഷത വഹിച്ചു. കർമ്മസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അൻസാർ, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രതിനിധികളായ TK ഷാജി, KJ ശ്രീജിത്ത്, PK സത്യശീലൻ തുടങ്ങിയവർ സംസാരിച്ചു. അവിടെയൊക്കെ വലിയ പ്രയാസങ്ങൾ സംഭവിക്കും. ആളുകൾ അവരെ ഭക്തിക്ക് വേണ്ടി സാധ്യത കൂടുതലാണ്. തൃശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും അതൊന്നും ആർക്കും പ്രശ്നമില്ല. വൈകാതെ ആ ഒരു റോഡിന്റെ പരിമിതി കൊണ്ടും ഭരണ സംവിധാനത്തിൽ തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ എരവ് പാൽ സൊസൈറ്റിക്ക് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ആർക്കും പരിക്കില്ല. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന മുറ്റിച്ചൂർ പടിയം സ്വദേശി മാമ്പുള്ളി വീട്ടിൽ ജിതിനും കുടുംബവും സഞ്ചരിച്ച കാറും തൃശൂർ ഭാഗത്തു നിന്ന് വന്ന മറ്റൊരു കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. കാറിൽ സ്ത്രീകളും കുട്ടിയും ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഇതിനിടയിൽപ്പെട്ട ബൈക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. പോലീസ് സ്ഥലത്തെത്തി 2 കാറുകളും റോഡിൽ നിന്ന് മാറ്റിയതോടെയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
1000-ഓളം കുട്ടികൾ പഠിക്കുന്ന കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൌകര്യങ്ങളുള്ള കളിക്കളം എന്ന സ്വപ്നം ഇനിയും ബാക്കി. 5 കോടി രൂപ മുടക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചെങ്കിലും കളിക്കളത്തിന് ഇതുവരെ പദ്ധതിയായില്ല. പഴയ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി ആ സ്ഥലത്ത് കളിക്കളം നിർമ്മിക്കും എന്നായിരുന്നു അധികൃതരുടെ വാഗ്ദാനം. പുതിയവ നിർമ്മിച്ച 1 വർഷം കഴിഞ്ഞാണ് പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. കായികമായി ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിലും മികച്ച മൈതാനം ഇല്ലാത്തത് ഇവരുടെ പരിശീലനത്തിന് തടസ്സമാകുന്നുണ്ട്. സ്കൂളിൽ നിന്നും വളരെ ദൂരെയുള്ള വട്ടമാവ് മൈതാനവും പഞ്ചായത്ത് മൈതാനവുമാണ് ഇപ്പോൾ പരിശീലനത്തിന് ആശ്രയിക്കുന്നത്. കളിക്കളത്തിന് പദ്ധതി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ PTA MLAയ്ക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. കുന്നംകുളം പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയുണ്ടായ കുഴി മൂടി റോഡ് റീടാറിംഗ് നടത്താത്തത് വാഹനയാത്രക്കാർക്ക് ദുരിതമാകുന്നു. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പ് പൊട്ടി 3 ആഴ്ച മുൻപാണ് പുതുതായി നിർമ്മിച്ച റോഡ് തകർന്നത്. തിരക്കുള്ള സമയങ്ങളിൽ കനത്ത ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. പുതിയ പൈപ്പ് സ്ഥാപിച്ചെങ്കിലും കുഴി പൂർണ്ണമായി മൂടാൻ ജലസേചന വകുപ്പ് തയ്യാറായിട്ടില്ല. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ സംഗമം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 5:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ VG ഗോപിനാഥ്, ജനറൽ കൺവീനർ സുരേഷ് മുട്ടത്തി, സെക്രട്ടറിമാരായ ശ്രീജ വിധു, ആൻഡോ ചക്കാലക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൺ ഇന്ത്യ വൺ പെൻഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. സ്ഥാപക പ്രസിഡന്റ് സുഗുണൻ പ്രിയദർശിനി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രൻ രാമന്തള്ളി അധ്യക്ഷത വഹിച്ചു. ജയസേനൻ നടുമുറി, ഭാസ്കരൻ കാസർഗോഡ്, കുട്ടിമൂസ ആലപ്പുഴ, ആന്റണി കോയിക്കര തുടങ്ങിയവർ സംസാരിച്ചു. താമരയൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷത്തോടനുബന്ധിച്ച് ശ്രീമദ് അയ്യപ്പ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. മാതൃഭജന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് അയ്യപ്പ ഭാഗവത സപ്താഹം നടക്കുന്നത്. ഭാഗവത പ്രിയൻ PC ചന്ദ്രശേഖരൻ ഇളയതാണ് യജ്ഞാചാര്യൻ. യജ്ഞം ഈ മാസം 27-ന് സമാപിക്കും. ഗ്രാമീണ പത്രപ്രവർത്തകനും ചാവക്കാട് പ്രസ് ക്ലബ്ബ് അംഗവുമായ V. അബ്ദു അന്തരിച്ചു. 78 വയസ്സായിരുന്നു. ചേറ്റുവയിലും ചാവക്കാടും ഏങ്ങണ്ടിയൂരുമാണ് വാർത്തകൾക്കായി അബ്ദു അലച്ചിൽ നടത്തിയിരുന്നത്. 1-ാം ക്ലാസ് പഠനം പോലും പൂർത്തിയാക്കാത്ത ഈ ഗ്രാമീണ ലേഖകൻ തന്റെ ചെറിയ വലിയ വാർത്തകളിലൂടെ മാറ്റിമറിച്ചത് ഒരു ദേശത്തിന്റെ തന്നെ ജീവിതമായിരുന്നു. ചേറ്റുവ പാലത്തിനായി അബ്ദു നടത്തിയ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. 70ഓളം മോഷണ കേസുകളിലെ പ്രതിയെ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ മോഷ്ടാവ് കൊട്ടാക്കര മേലില സ്വദേശി ഷെഫീഖ് മൻസിൽ റഫീഖ് എന്ന സതീഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ നവംബർ 18-ന് ചേർപ്പ് CNN സ്കൂൾ കുത്തിത്തുറന്ന് 1,50,000 രൂപയും CCTV ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റഫീഖ് അറസ്റ്റിലായത്. ചോദ്യം ചെയ്യലിൽ നവംബർ മാസം മുതൽ 37ഓളം മോഷണങ്ങൾ ചെയ്തതായി പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട DYSP MC കുഞ്ഞുമൊയ്തീൻകുട്ടി, ഇൻസ്പെക്ടർ VS വിനീഷ്, SI ശ്രീലാൽ, TA റാഫേൽ, സീനിയർ CPOമാരായ PA സരസപ്പൻ, ES ജീവൻ, CPOമാരായ KS ഉമേഷ്, K സുനിൽകുമാർ, MU ഫൈസൽ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പാർമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. തൃശൂർ പൂരത്തിന് പരിസമാപ്തി. അടുത്ത വർഷം തൃശൂർ പൂരം മെയ് 6-ന്. നെടുമ്പാൾ കോന്തിപ്പുലംപാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിമറിഞ്ഞ് മുങ്ങിപ്പോയ 3 കുട്ടികൾ ഉൾപ്പെടെ 4 പേരെ രക്ഷപ്പെടുത്തി. അപകടത്തിൽപ്പെട്ടവർക്ക് രക്ഷകനായത് മീൻ പിടിക്കാനെത്തിയ കർഷകൻ. ചാവക്കാട് തെക്കൻ പാലയൂരിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 2 പവൻ കവർന്നു. കുന്നംകുളം ഈയാലിൽ സ്വകാര്യ മൊബൈൽ കമ്പനിയുടെ കേബിൾ മോഷ്ടിക്കാൻ ശ്രമിച്ച 2 പേർ പിടിയിലായി. പാവർട്ടി പള്ളിത്തിരുനാളിന് ഭക്തജനപ്രവാഹം. ഊട്ടുനേർച്ച വിതരണം തുടരുന്നു. കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരം. കാട്ടുകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം സമാപിച്ചു. ഞായറാഴ്ച രാവിലെ നടക്കുന്ന പ്രതീകാത്മക ദാരികാവധത്തോടെ പൂരത്തിന് സമാപനമാകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.